ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയൊന്നും അരിക്കാത്ത പച്ചടി. ബീട്രൂട്ട് ഒന്നര സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഞാൻ ഈ ബീട്രൂട്ട് മിക്സിയുടെ ചെറിയ പാത്രത്തിലിട്ട് അടിച്ചെടുക്കും. ചെറിയ പാത്രത്തിലോ വലിയ പാത്രം നമ്മൾ പൊടിക്കുന്ന പാത്രം അതിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു തക്കാളി 2 കൂട്ടത്തിൽ ചേർത്ത് ഞാൻ പറഞ്ഞല്ലോ, 1.5 സവാള, 3 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, ഒരു ചെറിയ തക്കാളി നന്നായിട്ട് പഴുത്തതായിരിക്കണം, 2 ചെറിയ ബീട്രൂട്ട് അത് ഞാൻ മിക്സിയുടെ പാത്രത്തിലിട്ടിട്ട് ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കണം. അരിയുന്ന പാടും ഉണ്ടാകുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ വെളുത്തുള്ളി വെള്ളം ഒഴിച്ചിപ്പോൾ നമ്മൾ വേവിക്കാൻ വെക്കും. അത് വെന്ത് കഴിഞ്ഞിട്ട് കാണും. ഇപ്പോൾ ചെയ്യുന്ന എണ്ണയും തേങ്ങയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് നമ്മൾ തൈര് ഒഴിച്ച് അതിന് ശേഷമേ പറവിടും. അടച്ച് വെച്ച് നമുക്ക് തൈരൊക്കെ എടുത്ത് ഉടച്ച് വയ്ക്കാം. നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തേക്കുന്നത്. പിന്നെ പുളിയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൽ കുറച്ച് തൈര് ഒഴിച്ചാൽ ഒന്ന് നല്ലോണം സ്പൂൺ കൊണ്ട് അടിച്ചാൽ ഇതിൽ ചേർക്കില്ല. എന്താണെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം വരും. ശരി വെന്ത് തൈര് ഒഴിക്കുമ്പോൾ കാണിച്ചാൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളമൊക്കെ വറ്റി നല്ലോണം ഈ തക്കാളി വെന്തോടെയാട്ടെ. നമ്മളധികം വെള്ളമൊന്നും വെച്ച് കൊടുത്തില്ലായിരുന്നു. വെള്ളമൊന്നും വയ്ക്കുമ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ട് തൈര് വയ്ക്കാം. എന്നിട്ട് നല്ലത് വറവിട്ടാണ് മുളക്, കടുക്, കരിവേപ്പില സാധനം കിട്ടിയിട്ടാണ് നമ്മൾ വറവിടുക. ഇതിൽ നമ്മൾ കടുകൊന്നും അല്ലാതെ തൈരിൻ്റെ കൂടെ ചേർക്കുന്നില്ല. അടുപ്പ് ഓഫാക്കിയിട്ട് തൈര് ഒഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തൈര് പിഴിഞ്ഞ് പോകും. ഇതൊന്ന് ശരിക്കും ഇതാക്കിയിട്ട് കാണിച്ചു. പിന്നെ നമുക്ക് വെറുതെ വേണമെങ്കിലും ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണ്. ഞാൻ വറവിട്ടിട്ട് കാണിച്ചു തരാം. നമ്മൾ പച്ചടി വറവിട്ട് ഇങ്ങനെ ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഇത് പച്ചടിയാണോ നല്ലതെന്ന് പറഞ്ഞു എനിക്കൊന്ന് മെസ്സേജ് ചെയ്തു. എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന പച്ചടി.